ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള അകംവശം നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു മൈസൂർ ബോണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പോകാം നേരെ വീഡിയോയിലേക്ക്. ആയോ. ഇത് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് തന്നെ അധികം പുളിയില്ലാത്ത തൈര്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 1/4 കപ്പിന് ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അധികം കട്ടിയിലും അല്ല, എന്നാൽ അധികം ലൂസും അല്ലാത്ത രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു പരുവത്തിന് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 1/4 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് കിട്ടുന്ന മൈദമാവും അരിപ്പൊടിയൊക്കെ അനുസരിച്ചിട്ടിരിക്കും ആ വെള്ളത്തിൻ്റെ അളവ് കൂടുതലോ കുറഞ്ഞോ ഒക്കെ ഇരിക്കും കേട്ടോ. ഇതായിരിക്കണം അതിൻ്റെ പരുവം. ഇങ്ങനെ പിടിച്ചിടുമ്പോൾ അതിങ്ങനെ വന്ന് വീഴുന്ന ഒരു പരുവം. ഇതൊരു 10-20 മിനിറ്റ്, അരമണിക്കൂർ വയ്ക്കാൻ പറ്റുമെങ്കിൽ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു സവാളയുടെ ഒരു ഇത്ര ഭാഗവും, ഒരു പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടി ചെറുതായിട്ട് കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളകിനെയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കുഞ്ഞു പീസായിട്ട് ഇതെല്ലാത്തിനും കൂടി നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ അത്, 1/4 ടീസ്പൂണിനും താഴെ ബേക്കിംഗ് സോഡയാണ്, സോഡാപ്പൊടി ഇല്ലേ അത്. എന്നിട്ട് ഒന്നും കൂടി കൈകൊണ്ട് നന്നായിട്ടങ്ങ് കുഴച്ച് മിക്സ് ചെയ്യുക. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കൈ ഒന്ന് വെള്ളം കൊണ്ടൊന്ന് നനച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടോ. ഇത് കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിപ്പം ഇത് മതി, നമുക്ക് തന്നെ കോരി മാറ്റാം. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.